ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും, എന്നെ കാണുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 46 മുതൽ 52 വരെയുള്ള വേദഭാഗങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വേദഭാഗങ്ങളാണ് നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ആ ഭാഗത്തിൽ യേശു ചെയ്ത ഒരു അത്ഭുതത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. വായിച്ചത്. അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടുകൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിൽമായുടെ മകനായ ഗത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരിയിരുന്നിരുന്നു. മതി, ഓരോന്നായിട്ട് നമുക്ക് ചിന്തിക്കാം. യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ് നാം വായിച്ചു കേട്ട വേദഭാഗം. ഈ 46 മുതൽ 52 വരെയുള്ള വേദഭാഗത്തെ കാതലായ സത്യങ്ങളും മർമ്മങ്ങളും നമ്മൾ നിരവധിയായി കേട്ടിട്ടുണ്ട്. നമുക്കത് മനഃപ്പാഠമാണ്. ആദ്യത്തെ വാക്യം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും തുടർന്ന് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 46-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ എരിഹോവിലെത്തിയ കർത്താവ് പിന്നെ ശിഷ്യന്മാരോടുകൂടെ വലിയ പുരുഷാരത്തോടു കൂടി എരിഹോവിലേക്ക് പുറപ്പെടുമ്പോൾ സ്തോത്രം, എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ് ഇവിടെ ഒരത്ഭുതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നത്. കണ്ടോ, എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്നും പുറപ്പെടുമ്പോൾ, അപ്പം ആ പുറപ്പെടുന്നതിന് മുമ്പ് ചില വിടുതലുകൾ അവിടെ വെളിപ്പെടുവാൻ വേണ്ടിയുണ്ട്. ഇന്ന് പകലിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പ് ചില വിടുതലുകൾ നിന്റെ മേൽ വെളിപ്പെടാനുണ്ട്. ഇന്ന് രാത്രി ആകുന്നതിന് മുമ്പ് നിന്റെ മേൽ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാനുണ്ട്. ചില പ്രാർത്ഥനയുടെ മറുപടികൾ ഈ പ്രഭാതത്തിൽ സ്വർഗം നിനക്ക് വേണ്ടി കുറിച്ചിട്ടിരിക്കുകയാണ്. അത് നിന്റെ മേൽ വെളിപ്പെടേണ്ട പകലാണ്. ഇന്ന് പകൽ നീ അതിനെ മിസ് ചെയ്യരുത്. ഹല്ലേലൂയ. കർത്താവ് വിടുതൽ തരാൻ വരുമ്പോൾ വിടുതൽ പ്രാപിക്കേണ്ട സ്ഥലത്ത് നീ ഇല്ലെങ്കിൽ കർത്താവ് കടന്നു പോകും. ഇന്ന് പകലിൽ പുറപ്പെടുമ്പോൾ അടുത്ത പട്ടണത്തിലേക്ക് അത്ഭുതം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ ചിലത് വെളിപ്പെടാനുണ്ട്. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പ്രവചനാത്മാവിൽ ദൂത് പറയുക, അടുത്ത ആണ്ട് നീ കടക്കുന്നതിന് മുമ്പ് ഈ ആണ്ടിൽ നീ ചിലത് പ്രാപിക്കാനുണ്ട്, ഈ ആണ്ടിൽ നീ ചിലത് നേടിയെടുക്കാനുണ്ട്, ഈ ആണ്ടിൽ നീ ചിലത് കാണുവാനുണ്ട്. നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളിലെ ആ ശൂന്യത ഇന്ന് പകൽക്കാലം പൊളിയുകയാ. അവൻ ഇവിടെ വചനം വെളിപ്പെടുമ്പോൾ നിന്റെ വീടിനകത്ത് ചില അഴിച്ചുപണികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം കൈമാറുകയാ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? എന്റെ വീടിനകത്തെ ആ ഞെരുക്കം, എന്റെ വീടിനകത്തെ ആ ശൂന്യത വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് പകൽ പൊളിയപ്പെടുകയാണ്. ദൈവത്തിന് ചിലത് പ്രവർത്തിപ്പാനുണ്ട്. ഇത് ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ഇത് വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ സമയമാണ്. ഇത് പ്രാർത്ഥനയുടെ മറുപടി പ്രാപിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് നീ അത് പ്രാപിക്കണം. ഹല്ലേലൂയ. അടുത്ത ഗ്രാമത്തിലേക്ക് പുറപ്പെട്ട അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് യേശുവിന് ഇവിടെ ഒരു പ്രവൃത്തിയുണ്ട്. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുക. അതെ, അടുത്ത ആണ്ടിന് മുമ്പ് ചില ദൈവപ്രവൃത്തികളുണ്ട്. അടുത്ത ദിവസത്തിന് മുമ്പ് ഒരു ദൈവപ്രവൃത്തികളുണ്ട്. ഹല്ലേലൂയ. ഇന്നലകളിൽ കരഞ്ഞതിന്റെ ഒരു പ്രവൃത്തി, ഇന്നലകൾ കണ്ണുനീരോട് വിതച്ചതിന്റെ ഒരു ദൈവപ്രവൃത്തി, ഇന്നലകൾ നിലവിളിച്ചതിന്റെ ഒരു ദൈവപ്രവൃത്തി, ആണ്ടുകളായി നീ ഭാരപ്പെടുന്ന ആ വിഷയത്തിനകത്തെ ഒരു പ്രവൃത്തി. നമുക്ക് ദൈവാത്മാവ് ഇടപെടുകയാ. ചില നിന്ദകൾ മാറുവാനുള്ള സമയമായി. എന്താകുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ വന്ന് കാൺമീൻ എന്ന് പറയത്തക്ക നിലവാരത്തിൽ ചിലർ വെളിപ്പെടാൻ പോകുകയാ. എന്താകും
വല്ലതും നടക്കുമോ എന്ന് ചോദിച്ചവരുടെ നടുവിൽ വന്ന് കാൺമീൻ, ദൈവം എനിക്ക് ചെയ്ത അത്ഭുതത്തെ വന്ന് കാൺമീൻ എന്ന് പറയത്തക്ക നിലവാരത്തിൽ ചില വീടുകളുടെ അകത്ത് യേശു മഹത്വം എടുക്കാൻ പോകുകയാ. ചില വീടുകളുടെ അകത്ത്, ചില വ്യക്തി ജീവിതങ്ങളുടെ അകത്തറകളിൽ യേശു ഇന്ന് മകൻ മഹത്വം എടുക്കാൻ പോകുകയാ. വൈദ്യനല്ല മഹത്വം എടുക്കുന്നത്, മന്ത്രവാദിയല്ല മഹത്വം എടുക്കുന്നത്, ആഭിചാരകനല്ല മഹത്വം എടുക്കുന്നത്, ആമേൻ ആമേൻ പണമല്ല മഹത്വം എടുക്കുന്നത്. യേശു നിന്റെ വീടിനകത്ത് മഹത്വം എടുക്കാൻ പോകുക. യേശു നിന്റെ വീടിനകത്ത് മഹത്വം എടുക്കാൻ പോകുക. നിന്നെ തകർക്കുന്ന രോഗത്തെ തകർത്തുകൊണ്ട് യേശു നിന്റെ വീടിനകത്ത് മഹത്വം എടുക്കാൻ പോകുക. നിന്നെ ഞെരുക്കുന്ന ശൂന്യതയെ തകർത്തുകൊണ്ട് യേശു നിന്റെ വീടിനകത്ത് മഹത്വം എടുക്കാൻ പോകുക. നിന്നെ തകർക്കുന്ന വല്ലാതെ ഞെരുക്കുന്ന ആ പ്രതിസന്ധികളെ ഉടച്ചുകൊണ്ട് യേശു നിന്റെ വീടിനകത്ത് ആമേൻ ആമേൻ മഹത്വം എടുക്കുക. ഇന്ന് മകൻ എത്ര പേർ വിശ്വസിക്കുന്നു ശൂന്യതകളെ പണിയുന്ന ഒരു ദൈവാത്മാവുണ്ട്? ദൈവം ചില ശൂന്യതകളെ പണിയാൻ പോകുകയാ. ദൈവം ചില ശൂന്യതകളെ പണിയാൻ പോകുകയാ. ദൈവം ചില ഞെരുക്കങ്ങളെ ഇടിച്ചു കളയാൻ പോകുകയാ. ദൈവം ചില തടസ്സങ്ങളെ ആമേൻ കാൽ കീഴിലെ പൊടിയാക്കി മാറ്റാൻ പോകുകയാ. യേശു നിന്റെ വീടിനകത്ത് മഹത്വം എടുക്കാൻ പോകുകയാ. യേശു നിന്നിൽ മഹത്വം എടുക്കാൻ പോകുകയാ. യേശു നിന്റെ തലമുറകളുടെ മേൽ മഹത്വം എടുക്കാൻ പോകുകയാ. റബല ശംഗലബ റഹൽകന റമന ഹദദന ദിമശംദന റീമാന ഹസ്തന ദിഗൽകന. ചില വീടുകളുടെ കെട്ടുകൾ ഇന്ന് പകൽ അഴിയുകയാ. ചില വീടുകളുടെ കെട്ടിന്ന് പകൽ അഴിയുക. നീ സ്വതന്ത്രമാക്കരുതെന്ന് പറഞ്ഞ, ആമേൻ നീ വിടുവിക്കപ്പെടരുതെന്ന് പറഞ്ഞ, നീ അനുഗ്രഹം പ്രാപിക്കരുതെന്ന് പറഞ്ഞ, നീ ആ പ്രാർത്ഥനയുടെ മറുപടികളിലേക്ക് കടക്കരുതെന്ന് പറഞ്ഞ ചില പാർസി ലോകത്തിന്റെ മണ്ഡലങ്ങൾ, ആമേൻ ചില ഫറവോന്യ മണ്ഡലങ്ങൾ വീടിനെ വല്ലാതെ ആമേൻ കെട്ടിയിട്ടിരിക്കുമ്പോൾ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടാപ്പാടുകൾ ഇന്ന് പകൽ അഴിയുന്നു. ചില വീടുകളെ നാളുകളായി കെട്ടിയ കെട്ടുകൾ ഇന്ന് പകൽ അഴിയുക. ചില ഭവനങ്ങളെ നാളുകളായി അലട്ടിയ പ്രതിസന്ധി ഇന്ന് പകൽ അഴിയുക. നീ ഭവനത്തിനകത്തേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നീ ചില ദൈവപ്രവൃത്തികൾ കാണാൻ പോകുക. ശത്രുവിന് എത്ര നാൾ നിന്റെ മറുപടിയെ തടയാൻ കഴിയും? പിശാചിന് എത്ര നാൾ നിന്റെ അനുഗ്രഹത്തെ തടയാൻ കഴിയും? ദാനിയേലിനോട് ചോദിച്ചേ, പാർസി ലോകത്തിന്റെ പ്രഭുവിന് എത്ര നാൾ നിന്റെ വിടുതലിനെ തടയാൻ കഴിഞ്ഞു? പ്രാർത്ഥന വിജയിച്ചില്ലേ? ഇന്ന് പകൽ ചിലരോട് പരിശുദ്ധാത്മാവ് പറയാ, നിന്റെ പ്രാർത്ഥന ജയമെടുക്കാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥന വിജയിക്കാൻ പോകുകയാ. നിന്റെ കണ്ണുനീർ വിജയിക്കാൻ പോകുകയാ. നിന്റെ ആരാധന വിജയിക്കാൻ പോകുകയാ. നിന്റെ ആരാധന നിർത്തരുത്. നിന്റെ പ്രാർത്ഥന നിർത്തരുത്. അയ്യോ, ഇത്രയും നാളും പ്രാർത്ഥിച്ചു, മറുപടിയില്ല, മടുത്ത് കർത്താവേ, ഇനിയും പ്രാർത്ഥിക്കുന്നില്ലല്ലോ. നിന്റെ പ്രാർത്ഥന നിർത്തരുത്. ആമേൻ ഹല്ലേലൂയ. ഇത്രയും നാൾ കരഞ്ഞു, ഇനി കരയുന്നില്ല കർത്താവേ, മടുത്തുല്ലോ. നിന്റെ കരച്ചിൽ നിർത്തരുത്. അയ്യോ, ഇത്രയും നാളും ആരാധിച്ചു, മറുപടിയില്ല കർത്താവേ, ആരാധന നിർത്തരുല്ലോ. നിന്റെ ആരാധന നിർത്തരുത്. നീ ആ മറുപടിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. നീ ആ മറുപടി പ്രാപിക്കാൻ വേണ്ടി പോകുകയാണ്. ആമേൻ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് ദൈവം ചില സന്ദേശങ്ങൾ ചിലരുടെ ഹൃദയങ്ങളിലേക്ക് തരിക. ചില കെട്ടുകളെ അഴിപ്പാൻ, ചില ബന്ധനങ്ങളെ അഴിപ്പാൻ, ചില നെട്ടുകളെ അഴിപ്പാൻ, ചില വിലാപങ്ങളെ നിർത്തമാക്കാൻ, നാളുകളായി നിന്റെ ഹൃദയത്തെ വല്ലാതെ കടന്നുകൂടിയിരിക്കുന്ന നിരാശകളെ പടിയിറക്കി വിടാൻ, ചില ഭയങ്ങളുടെ ദുരാത്മ മണ്ഡലങ്ങളെ അഴിപ്പാൻ. എനിക്കറിയാം ആമേൻ, ദൃശ്യമായ മേഖലയിലൊന്നും സംഭവിച്ചില്ലെങ്കിൽ അദൃശ്യ മേഖലകളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഇത് കേൾക്കുന്ന ചില വ്യക്തികളുടെ അകത്തളങ്ങളിൽ, ചില ഭവനങ്ങളുടെ മേൽ ദൈവം ചിലതിന് പകൽ ചെയ്യുക. പരിശുദ്ധാത്മാവിൽ നിന്നെ ആവശ്യമുണ്ട്. നിന്റെ ഭവനത്തെ ആവശ്യമുണ്ട്. ആമേൻ. നിന്നെയും നിന്റെ ഭവനത്തെയും യേശുവിന് ആവശ്യമുണ്ടെങ്കിൽ നീ ഇങ്ങനെ കെട്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ ഇങ്ങനെ കരയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ ഇങ്ങനെ വിലപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ ഇങ്ങനെ ശൂന്യമാക്കപ്പെടാൻ ദൈവം ദാനിയേലിനോട് ചോദിച്ച, എത്ര നാൾ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ പാർസി ലോകത്തിന്റെ പ്രഭു തടഞ്ഞു? കുറച്ചു നാൾ. എന്നാൽ പ്രാർത്ഥന വിജയിച്ചു, എന്റെ ഉപവാസം വിജയിച്ചു. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവറിയ, ഈ ആണ്ടിൻ അവൻ അവസാന മധ്യത്തിലേക്ക് എത്തുമ്പോൾ നീ ചില ദിവസങ്ങൾ അവൻ ഉപവസിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമാണ് നിന്റെ ഉപവാസം ജയിക്കാൻ പോകുകയാണ്.
ഒരു പടി കൂടെ ഞാൻ കേറി പറയാം. നിന്നെ പരാജയപ്പെടുത്തിയ മണ്ഡലത്തെ, നിന്നെ അവൻ അടുത്ത തലത്തിലേക്ക് കടത്തിവിടത്തില്ലെന്ന് വാദിച്ച മേഖലയെ ഇന്നു മുതൽ സ്വർഗ്ഗം നിന്റെ ഉപവാസം അതിന്റെ മേൽ ജയമെടുക്കാൻ പോകുകയാണ്. ദാനിയേലേ, ഈ മറുപടി നിന്റെ കയ്യിൽ വരേണ്ടതാണ്. പക്ഷെ നിന്റെ കയ്യിൽ അത് വരും. നീ ഉപവസിക്കാൻ തയ്യാറായാൽ, നിന്റെ പ്രാർത്ഥന മടുത്തു പോകാതെ തുടരാൻ തയ്യാറായാൽ ആ മറുപടി നീ പ്രാപിച്ചിരിക്കും. നിശ്ചയമായി ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് ചില ഭവനങ്ങളിൽ നിന്നും ചില നല്ല വർത്തമാനങ്ങൾ പുറത്തു വരാൻ പോകുന്നു. ചില നല്ല വാർത്തകൾ പുറത്തു വരാൻ പോകുന്നു. ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുന്നു. യേശു മഹത്വമെടുക്കാൻ പോകുന്നു. ചോദിച്ചതിലും നനച്ചതിലും അപ്പുറമായത് നിന്റെ വീടുകളിൽ സംഭവിക്കാൻ പോകുകയാണ്. മോശയോട് ചോദിച്ചേ, എത്ര നാൾ വാഗ്ദത്തത്തെ തടയാൻ പിശാചിന് കഴിഞ്ഞു? എത്ര നാൾ വാഗ്ദത്തത്തെ തടയാൻ ഫറവോന്യ മണ്ഡലങ്ങൾക്ക് കഴിഞ്ഞു? മോശയോട് ഓരോ തവണയും ദൈവാത്മാവ് പറഞ്ഞു വിടുകയാണ്, എന്നെ ആരാധിപ്പാൻ, എന്റെ ജനത്തെ വിട്ടയപ്പാൻ നീ അവനോട് പറയുക. ഫറവോനോട് ചെന്ന് പറയുക. ആരായെന്ന് ചോദിച്ചാൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയണം. എന്ത് പറയണമെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം, എന്നെ ആരാധിപ്പാൻ, എന്റെ ജനത്തെ വിട്ടയപ്പാൻ പറയുക. എത്ര നാൾ ആരാധനയ്ക്ക് പോകുന്ന ജനത്തെ പിശാച് നിനക്ക് തടയാൻ കഴിയും? വാഗ്ദത്തമുള്ളവനെ എത്ര നാൾ തടയാൻ കഴിയും? ഓ റമശാന്തന, ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇറങ്ങിയ ദൈവത്തിന് വേണ്ടി ഒരു മോശം നിൽക്കുന്നിടത്തോളം കാലം വാഗ്ദത്തത്തെ തടയാൻ പിശാചിന് കഴിയത്തില്ല. ഇന്ന് പകലിൽ ആമേൻ നിന്റെ ഭവനത്തിൽ ആമേൻ ചിലതിനു വേണ്ടി നീ നിൽക്കുന്നിടത്തോളം കാലം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, ഉപവാസത്തിന് വേണ്ടി നീ നിൽക്കുന്നിടത്തോളം കാലം നിന്റെ വാഗ്ദത്തത്തെ തടയാൻ പിശാചിന് കഴിയത്തില്ല. ആ വിചാരത്തെ തകർക്കുന്ന, മന്ത്രവാദി ശക്തികളെ തകർക്കുന്ന ദൈവത്തിന്റെ കരം നിന്റെ ഭവനത്തിൽ വേണ്ടി വ്യാപരിക്കാൻ പോകുകയാണ്. നീ വാഗ്ദത്തമുള്ളവനാ. അതുകൊണ്ട് നീ ഏതിനുള്ളിൽ കിടന്നാലും ദൈവം നിന്നെ പുറത്തെടുക്കും. നീ എവിടെ മറഞ്ഞിരുന്നാലും ദൈവം നിന്നെ മറനീക്കി പുറത്തു കൊണ്ടുവരും. നീ എവിടെ പോയി ഒളിച്ചാലും അവിടെ നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കും. ഇന്ന് മുതൽ വാഗ്ദത്തമുള്ളവനെ തടയാൻ സാധാന്യ മണ്ഡലങ്ങൾക്ക് സാധ്യമല്ല. നീ പുറത്തു വരേണ്ട സമയമായിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ നിന്നും പുറപ്പെട്ട അടുത്ത ഗ്രാമത്തിലേക്ക് യേശു അത്ഭുതം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. പക്ഷേ ഇല്ല യേശുവേ, അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരുവനുണ്ട്. അവനെ തൊട്ടിട്ടല്ലാതെ അങ്ങേക്കടുത്ത ഗ്രാമത്തിൽ പോകാൻ കഴിയത്തില്ല. അവൻ കാത്തിരിക്കുന്നവനാ. അവൻ വാഗ്ദത്തമുള്ളവനാ. അവന്റെ മേൽ എന്തൊക്കെയോ നടക്കാനുണ്ട്. ഇന്ന് മകൻ നിന്റെ മേൽ എന്തൊക്കെയോ നടക്കാനുണ്ടല്ലേ? അവൻ നിന്റെ ഭവനത്തിന്റെ മേൽ എന്തൊക്കെയോ നടക്കാനുണ്ടല്ലേ? അവൻ സ്തോത്രം, നിന്റെ തലമുറയുടെ മേൽ എന്തൊക്കെയോ വെളിപ്പെടാനുണ്ടല്ലേ? ഇന്ന് മകൻ സ്വർഗം പറയാതെ നിന്റെ മേൽ അത് വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുക. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നാളുകളായിരിക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാവ് പറയും, അതെ ഞാനത് അതിശീഘ്രമായി പ്രവർത്തിക്കാൻ പോകുക. ഞാൻ പ്രവർത്തിക്കും. തടുക്കുന്ന ഹല്ലേലൂയ. 46-ാമത്തെ വാക്യം വായിച്ചു. അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ എരിഹോവിൽ നിന്നും പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. കേട്ടോ, അവിടെ അവന്റെ പേര് പറയുക. തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടൻ. ചിലരുടെയൊക്കെ പേരുകൾ വചനത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്, എന്നാൽ ചിലരുടെ ഒന്നും പേരുകൾ വചനത്തിൽ പ്രസ്താവിച്ചിട്ടില്ല. യേശുവിനെ കാണുവാൻ വേണ്ടി കുള്ളനായ ഒരു മനുഷ്യൻ മരത്തിൽ കയറിയിരുന്നു, കാട്ടത്തിൽ കയറിയിരുന്നു. എന്നാൽ കുള്ളനായ മനുഷ്യരെന്ന് വേണമെങ്കിൽ മാത്രം എഴുതാമായിരുന്നു, പക്ഷെ അവന്റെ പേര് അവിടെ പ്രതിപാദിച്ചു, സക്കായി. ഇവിടെ കുരുടനായ ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ എഴുതാമായിരുന്നു, പക്ഷെ അവന്റെ പേര് അവിടെ പ്രതിപാദിക്കുകയാണ്, തിമായുടെ മകനായ ബർത്തിമായി. എന്നാൽ പത്രോസും യോഹന്നാനും സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ ആമിൻ അടുത്തേക്ക് എത്തുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ കുടന്തനായ മനുഷ്യൻ, അവന്റെ പേരവിടെ പറയുന്നില്ല. സ്തോത്രം. പേര് പറയുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്, എന്നാൽ പേര് പറയാത്ത ഒട്ടനവധി വ്യക്തികളുണ്ട്.
യേശു കർത്താവ് തന്റെ ഉപമയിൽ പേര് പറയാത്ത ഒട്ടനവധി കാര്യങ്ങൾ. ഒരു സ്ത്രീക്ക് 10 തിറമയുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയ ആ സ്ത്രീയുടെ പേരവിടെ പറയുന്നില്ല. ഒരപ്പന് 2 മക്കൾ ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോയ അവരുടെ പേരുകൾ അവിടെ പ്രതിപാദിക്കുന്നില്ല. അപ്പൊ പേരുകൾ പറയപ്പെടുന്ന ഭാഗങ്ങളുണ്ട്, എന്നാൽ പേര് പറയാത്ത ഇടങ്ങളുമുണ്ട്. ഇവിടെ പേര് പറയുകയാണ്. അവനെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? അതേപോലെ പറയുകയാണ്. തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടൻ. യെശയ്യാവും ഇതുപോലെ പേര് പറഞ്ഞാണ് യേശുവിന്റെ ജനനം പ്രവചിക്കുന്നത്. അപ്പൊ പഴയ നിയമകാലം മുതലേ പേര് പറഞ്ഞുള്ള ശുശ്രൂഷയുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു പേര് പറഞ്ഞു ഒരുവനെ കാട്ടത്തിൽ നിന്ന് ഇറക്കും. പല ഭാഗങ്ങളിലും പേര് വെളിപ്പെടുത്തുന്നു. ഈ ഭാഗത്തും ഈ മനുഷ്യന്റെ പേര് വെളിപ്പെടുത്തുക. അതുകൊണ്ടായിരിക്കാം യെശയ്യാവ് പറഞ്ഞത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ കണ്ടു. ആമേൻ, സ്തോത്രം. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ എന്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു. സ്തോത്രം. പേർ ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ഏത് സ്ഥാനത്തായാലും ഏത് സാഹചര്യത്തിലായാലും നമ്മളെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. കല്ലറയ്ക്ക് മുമ്പിൽ ചെന്ന് മരിച്ചവനെ പുറത്തുവാ എന്നല്ല, ലാസറെ പുറത്തുവാ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാസറിനാണ് വിടുതൽ വേണ്ടത്. ഇന്ന് വകയിൽ ചിലരുടെ പേര് പറഞ്ഞ് കർത്താവ് ചില വിടുതലുകളെ അയക്കാൻ പോവുക. ഇതിന്റെ നടുവിൽ നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ തേജോമയനായ കർത്താവ് ഇറങ്ങി നിൽക്കുകയാ. എന്നാൽ ഈ കർത്താവ് ഇന്ന് വകയിൽ ചിലരുടെ പേര് വിളിച്ച് ആമേൻ ചിലരുടെ മേൽ ദൈവത്തിന്റെ വിടുതലുകളെ അയക്കുക. ആമേൻ ചിലരുടെ പേര് വിളിച്ച് ചില ഭവനങ്ങളുടെ മേൽ ദൈവപ്രവൃത്തികളെ അയക്കുക. കണ്ടോ, മരിച്ചവരെ പുറത്തുവാ എന്ന് പറയാതെ ആമേൻ ലാസറേ പുറത്തുവാ, നിനക്കാണ് ആമേൻ നീയാണ് പുറത്തു വരേണ്ടത്. ഇന്ന് പകൽക്കാലം പുറത്തു വരേണ്ട നിന്റെ പേര് വിളിച്ച് അവൻ നിന്നെ ഇന്ന് പകൽ പുറത്തു കൊണ്ടുവരുന്ന പകലാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് പകലിൽ ദൈവം എന്റെ പേര് വിളിച്ച് എന്റെ ഭവനത്തിന്റെ അവസ്ഥകളെ മാറ്റി എന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പകലാണെന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാണ്? 47-ാമത്തെ വാക്യം വായിച്ചു. നസറനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ. അപ്പൊ കുരുടനായ ബർത്തിമായി ഒരു ശ്രുതി കേട്ടു. എന്താണ് ആ ശ്രുതി? നസറേനായ യേശു ഇതുവഴി വരുന്നുണ്ട്. നസറേനായ യേശു. പക്ഷേ ബർത്തിമായുടെ നിലവിളി കേട്ടു. നസറേനായ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്നല്ല ആ ഭിക്ഷക്കാരൻ വിളിച്ചത്. താൻ കേട്ടത് നസറേനായ യേശു വരുന്നുവെന്ന്. പക്ഷെ താൻ നിലവിളിച്ചത് നസറേനായ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്നല്ല, മറിച്ച് ദാവീദ് പുത്ര യേശുവേ. അപ്പം ഇവൻ കുരുടനാണെങ്കിലും ഇന്നലകളിൽ ഇവൻ ചിലത് കേട്ടിട്ടുണ്ട്, ഇവൻ ചിലത് ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. അതങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. സ്തോത്രം. ഇന്ന് പകൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുക, ഇന്നലകളിൽ നീ കേട്ട പ്രവചന ശബ്ദങ്ങൾ, ഇന്നലകളിൽ നീ കേട്ട ദൈവവചനങ്ങൾ, ഏതൊക്കെയോ വചനങ്ങൾ നിന്റെ ഹൃദയത്തിനകത്ത് ഒരു കൊളുത്തുപോലെ കൊളുത്തിക്കിടക്കുക. എന്നാൽ ഇന്ന് പകലിൽ അത് ആക്ടിവേറ്റ് ആകാൻ പോകുക. നിന്റെ അകത്തു നിന്നും അത് പ്രവർത്തിച്ചു തുടങ്ങാൻ പോകുക. നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ചിലർ കാണാൻ പോകുക. വിശ്വസിച്ചാട്ടെ. അകത്തു പ്രാപിച്ച വെളിപ്പാട് അകത്തു തന്നെ വെച്ചില്ല. ഇന്നലകളിൽ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ബർത്തിമായി ആമേൻ അകത്തു തന്നെ വെച്ചില്ല. യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ അവൻ വിളിച്ചത്, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ, ഞാൻ കേട്ടിരുന്നു നീ എന്നെ വിടുവിക്കുന്ന ദൈവമാണെന്ന്. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുക. കുഞ്ഞേ, നിന്റെ പ്രശ്നത്തിന് പൂർണ്ണമായ ഒരു പരിഹാരം വരണമെങ്കിൽ ഈ യേശുവിലൂടെ അല്ലാതെ സംഭവിക്കത്തില്ല. ഇന്ന് പകലിൽ നിന്റെ നിലവിളി ഉയർന്നാൽ ദൈവം ചില വിടുതലുകൾ നിന്റെ വീടിനകത്ത് ചെയ്യും. നിന്റെ നിലവിളി ഒന്ന് ഉയരട്ടെ. അതുകൊണ്ട് യേശയ്യാവ് പറയുന്നത്, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തുക.
ഇന്ന് പകൽ അവൻ നിന്റെ നിലവിളി ഒന്ന് കേൾക്കട്ടെ, അവൻ നിന്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ, അവൻ നിന്റെ കണ്ണിലെ കണ്ണുനീരൊന്ന് കാണട്ടെ. ഇന്ന് പകൽ നിലവിളിച്ചാൽ മറുപടിയുണ്ട്, നിലവിളിച്ചാൽ മറുപടിയുണ്ട്, നിലവിളിച്ചാൽ മറുപടിയുണ്ട്. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുക, നീ ഒന്ന് നിലവിളിച്ചാൽ നിനക്കൊരു മറുപടിയുണ്ട്. നിലവിളിക്കുന്നവനെ കണ്ടിട്ട് മാറിപ്പോടാ എന്ന് പറഞ്ഞു പോകുന്നവനല്ല കർത്താവ്. നിലവിളിക്കുന്ന നിനക്കൊരു മറുപടിയുണ്ട്. നിലവിളിക്കുന്നവരുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഇന്ന് പകൽ ആവശ്യക്കാരന്റെ മേലാണ് ദൈവം തന്റെ പ്രവൃത്തി അയക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം നന്മയ്ക്കായി ചിലത് ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ കൂടി വ്യാപരിക്കുകയാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഈ മനുഷ്യൻ ഇന്നലകളിൽ കേട്ടത് കേൾവിയായി മാത്രം അകത്ത് സംഹരിക്കാണ്. അവൻ നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര, ഇന്നലെങ്കിൽ നീ കേട്ട വചനം നിന്റെ ഹൃദയത്തിനകത്ത് കൊളുത്തിയെങ്കിൽ ആ വചനം ഒന്ന് പറ, ആ ദൂതൊന്ന് പറ. ഇന്ന് പകൽ അത് പ്രവർത്തിക്കാൻ പോകുകയാണ്. അതിശീഘ്രമായി ചില കാര്യങ്ങളെ നിവർത്തിച്ചു തരാൻ വേണ്ടി അത് നിനക്ക് വേണ്ടി ഇന്ന് പകൽ പ്രവർത്തിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ, നിന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു പകലായി ദൈവാത്മാവ് മാറ്റുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? നിന്റെ ഹൃദയത്തിനകത്ത് കൊളുത്തിയ വാക്യം, ആമേൻ, സ്തോത്രം, നിന്റെ വിടുതലിന് കാരണമായ ശബ്ദം ഒന്ന് പറ. കർത്താവേ, എന്നോട് സംസാരിച്ചില്ലേ, എന്നോട് പറഞ്ഞില്ലേ, അതൊന്ന് നിവർത്തീകരിക്കണമേ എന്ന് അവൻ ഹല്ലേലൂയ. അവൻ ഈ മനുഷ്യൻ ചെയ്തതാ. ബർത്തിമായോട് പറയുക, നസറേനായ യേശു വരുന്നുവെന്ന്. നസറേനായ യേശുവേ എന്ന് നിലവിളിക്കാതെ ഇന്നലെ താൻ കേട്ട ഒരു കാര്യമുണ്ട്, അത് വെച്ച് നിലവിളിക്കുക. എന്താ? ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ. അതെ, അവൻ അടങ്ങിയിരുന്നില്ല, അവൻ നിലവിളിക്കാൻ തുടങ്ങി. ഇന്ന് പകലിൽ നിലവിളി ആരംഭിക്കട്ടെ. വിടുതലുകൾ നിന്റെ വീടിനകത്ത് ഒന്നായി, രണ്ടായി, മൂന്നായി, പടിപടിയായി നിന്റെ വീടിനകത്തേക്ക്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, വിടുതലുകൾ നിന്റെ ജീവിതത്തിനകത്തെ കയറി വരും. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം ഇടവരുത്തത്തില്ല. ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുന്ന നീ മനുഷ്യന്റെ മുമ്പിൽ യാചിപ്പാൻ ദൈവം ഇടവരുത്തത്തില്ല. ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിച്ചാൽ മനുഷ്യന്റെ മുമ്പിൽ നിനക്ക് കരയേണ്ടി വരത്തില്ല. ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിച്ചാൽ ദൈവത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? നിലവിളിയുടെ മുൻപിൽ, കണ്ണുനീരിന്റെ മുമ്പിൽ മറികടന്നു പോകാത്ത ദൈവമാണ്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന ദൈവമാണ്. ഇവിടെ ഈ മനുഷ്യൻ നിലവിളിക്കുക. വായിച്ചാട്ടെ 48. ഇപ്പോഴത്തെ സാഹചര്യം പോലെ മിണ്ടാതെ ഇരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടു. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ച് പറഞ്ഞു. സ്തോത്രം. ഒരാള് വന്ന് പറഞ്ഞു, നസറേനായ യേശു ഇതുവഴി പോകുന്നുണ്ട്, അങ്ങോട്ട് മാറിയിരിക്കുക. ഈ കുരുടൻ നിലവിളിക്കാൻ തുടങ്ങി. എന്താ നിലവിളിച്ചത്? ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണം. ആ വചനം അങ്ങ് ആക്ടിവേറ്റ് ആയി. അകത്ത് കേട്ടത്, അകത്ത് സംഗ്രഹിച്ചത് അതങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ അതങ്ങ് ആക്ടിവേറ്റ് ആയി. അവന്റെ നിലവിളി കേട്ടപ്പോൾ തന്നെ ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഇവിടെ എന്തോ സംഭവിക്കും. വല്ലാതെ നിലവിളിക്കുക. ശിഷ്യന്മാർ അവരോട് പറയുക, മിണ്ടാതെ ഇരിക്കുക, അടങ്ങിയിരിക്കുക. അവനെ ശാസിക്കുക. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും ശാസിച്ചിട്ടും ഒരു ഫലവും. കൈകൊട്ടാൻ തുടങ്ങുമ്പോ പലരും പറയും നിർത്താൻ. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ പലരും പറയും നിർത്താൻ. ആരാധിക്കാൻ തുടങ്ങുമ്പോ പലരും പറയും മിണ്ടാതെ ഇരിപ്പാൻ. രുചിച്ചവനെ ഇതിന്റെ മാധുര്യം അറിയത്തുള്ളൂ. ഈ ഭക്തനോട് മിണ്ടാതെ ഇരിപ്പാൻ പറഞ്ഞിട്ടും അവനെ ശാസിച്ചിട്ടും അവിടെ പറയുക, അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. ഇവർ ശാസിക്കുന്നതിനനുസരിച്ച് ഇവന്റെ ശബ്ദം കൂടി വരികയാണ്. മിണ്ടാതെ ഇരിക്കുന്ന പറയുന്നതിനനുസരിച്ച് ഇവന്റെ ശബ്ദം കൂടി വരികയാണ്. നമ്മളൊക്കെ ആരെങ്കിലും ശാസിച്ചാൽ പെട്ടിയും കിടക്കി എടുത്ത അതോടെ പരിപാടി നിർത്തും. പക്ഷെ ഈ മനുഷ്യൻ അങ്ങനല്ല. ശാസിച്ചിട്ടും
മിണ്ടാതെ ഇരിക്കാൻ പറഞ്ഞിട്ടും ഇല്ല, ഞാൻ അടങ്ങിയിരിക്കത്തില്ല, ഞാൻ അടങ്ങിയിരിക്കത്തില്ല, ആമേൻ, ഞാൻ അടങ്ങിയിരിക്കത്തില്ല, മിണ്ടാതെ ഇരിക്കത്തില്ല. ഈ സമയം ഞാൻ മിണ്ടാതെ ഇരുന്നാൽ ആജീവനാന്തം ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വരും. എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, യേശു ഇതുവഴി പോകുന്നെങ്കിൽ എന്നെ തൊടാതെ ഞാൻ യേശുവിനെ വിടത്തില്ല. എത്ര പേർക്ക് ഈ വെളിപ്പാട് മനസ്സിലായി? യേശു ഇതുവഴി പോകുന്നെങ്കിൽ, നസ്രയൻ ഇതുവഴി വരുന്നെങ്കിൽ, യേശു എന്നെ തൊടാതെ, യേശു എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാതെ അവനെ ഈ വഴി കൂടെ ഞാൻ വിടുകയില്ല. ഇന്ന് പകൽ അങ്ങനെ വാശിയുള്ള, അങ്ങനെ ആഗ്രഹമുള്ള ചിലർക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവാത്മാവ് പ്രവർത്തിക്കുക. ഇതേപോലാണ് യാക്കോബ് യാബോക്കിന്റെ കടവിൽ ഒരു മല്ലയുദ്ധം ചെയ്തത്. ആമേൻ, സ്തോത്രം. ഇവിടെ ഈ കുരുടനായ മനുഷ്യൻ പറയാ, യേശു ഇതുവഴി വന്നിട്ടുണ്ടെങ്കിൽ എന്നെ തൊടാതെ ഞാൻ യേശുവിനെ വിടത്തില്ല, എന്നെ സൗഖ്യമാക്കാതെ ഞാൻ യേശുവിനെ വിടത്തില്ല, എനിക്ക് സൗഖ്യം ആവശ്യമാണ്. ഇന്ന് പകൽ എത്ര പേർ പറയുന്നത്, കർത്താവേ എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. ഈ ദിവസങ്ങൾ കഴിയാതെ, ഈ ആണ്ട് തീരുന്നതിന് മുമ്പ്, അവൻ ഈ ദിവസങ്ങൾ, വരും ദിവസങ്ങൾക്കകത്തും എനിക്കൊരു വിടുതൽ വേണമെന്ന് ഇന്ന് പകൽ എത്ര പേർ നിലവിളിക്കാൻ തയ്യാറാ? നിന്റെ നിലവിളിക്ക് മുമ്പ് ഉത്തരവരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. കുരുടനൊരു കാര്യം മനസ്സിലായി, മിണ്ടാതെ ഇരിക്കാൻ ഇവർ പറയുമ്പോൾ, ഇവരെന്നെ ശാസിക്കുമ്പോൾ, ഞാൻ മിണ്ടാതെ ഇരുന്നാൽ മരണം വരെ അന്ധനായി ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വരും. എന്നാൽ ഞാൻ എന്റെ അധരം തുറന്നാൽ അവസ്ഥ മാറും. ഇന്ന് പകൽ ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുക, അധരം തുറന്നാൽ നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകും. അധരം തുറന്നാൽ നിന്റെ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകും. അധരം തുറന്നാൽ നിന്റെ സ്ഥാനത്തിന് ഒരു മാറ്റം ഉണ്ടാകും. ഹല്ലേലൂയ. ഈ മനുഷ്യൻ നിലവിളിക്കാൻ തുടങ്ങി. എന്താ കാരണം? ഇത് എന്റെ വിടുതലിന്റെ സമയമാണ്. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ആമേൻ. ഇത് എന്റെ വിടുതലിന്റെ സമയമാണ്. ഇപ്പോൾ ഞാൻ അടങ്ങിയിരുന്നാൽ ഒരിക്കലും ഞാൻ വിടുതൽ പ്രാപിക്കത്തില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ അധരം തുറന്നാൽ എന്റെ വിടുതൽ എന്റെ മേൽ വെളിപ്പെട്ടു വരും. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുക, ഇത് നിന്റെ വിടുതലിന്റെ സമയമാണ്, ഇത് നിന്റെ അത്ഭുതത്തിന്റെ സമയമാണ്, ഇത് നിന്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ സമയമാണ്, ഇത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളുടെ സമയമാണ്. ഇത് നിന്റെ വിടുതലിന്റെ സമയമാണ്. സഹോദര, ഇത് നിന്റെ വിടുതലിന്റെ സമയമാണ്. സഹോദരി, ഇത് നിന്റെ വിടുതലിന്റെ സമയമാണ്. ഇത് നിന്റെ വിടുതലിന്റെ സമയമാണ്. ഇപ്പോൾ നീ അടങ്ങിയിരുന്നാൽ ജീവിതത്തിൽ നീ വിടുതൽ പ്രാപിക്കത്തില്ല. എന്നാൽ ഇപ്പോൾ നിന്റെ അധരം തുറന്നാൽ, ഓ, ഇതുവരെ കാണാത്തത് നീ കാണും, ഇതുവരെ പ്രാപിക്കാത്തത് നീ കാണും, ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ നിന്റെ വീടിനകത്ത് സംഭവിക്കും, ഇതുവരെ സംഭവിക്കാത്തത് നിന്റെ മേൽ പരിണമിക്കും, ഇതുവരെ നിറയാത്ത നിറവുകൾ നിന്റെ മേൽ വെളിപ്പെട്ടു വരും. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഇത് നിന്റെ വിടുതലിന്റെ സമയം. വിടുതലിന്റെ സമയം തുറങ്ങുന്നവരെ നിങ്ങൾ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയില്ല. വിടുതലിന്റെ സമയത്ത് ഉണർന്നിരുന്ന് കർത്താവിനെ ആരാധിക്കുന്നവർ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും. ഇന്ന് ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പ്രവചനാത്മാവിൽ പറയാതെ, ഇത് നിന്റെ വിടുതലിന്റെ സമയമാണ്, ഇത് നിന്റെ വിടുതലിന്റെ സമയമാണ്, ഇത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ സമയമാണ്, ഇത് നിന്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ സമയമാണ്. This is the time of your miracle. നിങ്ങളുടെ വിടുതലിന്റെ സമയമാണ്. ഉറങ്ങരുത്, ആമേൻ, മയങ്ങരുത്. ഇവിടെ മയങ്ങിയാൽ നിന്റെ വിടുതൽ നിനക്ക് നഷ്ടപ്പെടും. ഇവിടെ ഉറങ്ങിയാൽ നിന്റെ വിടുതൽ നിനക്ക് നഷ്ടപ്പെടും. ഇന്ന് പകലിൽ ഈ സമയം നീ നിലവിളിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതാന്ത്യം വരെ നിനക്ക് സന്തോഷിപ്പാൻ ദൈവം ഭംഗി ഒരുക്കി തരും. ഓ, ഇന്ന് പകൽ ആരോടൊക്കെയോ ദൂത് കൈമാറുക, ഇപ്പോൾ നീ നിലവിളിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതാന്ത്യം വരെ നിനക്ക് സന്തോഷിപ്പാൻ ദൈവം വഴികൾ ഒരുക്കി തരും. ഇന്ന് പകൽ എത്ര പേർ ഈ ദൂതിന് ആമേൻ പറയുന്നുണ്ട്? എത്ര പേർ ഈ ദൂതിനെ സ്വീകരിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ മേൽ ഇത് ഒരു ദൈവ പ്രവൃത്തിയായി സംഭവിക്കട്ടെ. 49 അപ്പോൾ യേശു നിന്നു. കേട്ടോ?
മിണ്ടാതിരിക്കെ എന്ന് പറഞ്ഞ് ശാസിച്ച ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് യേശു അവിടെ നിന്നു. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. സാഹചര്യങ്ങളെല്ലാം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിലല്ല ദൈവം നിൽക്കുന്നത്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോൾ, പൈശാചിക മേഖലകൾ നിന്റെ വാതിലുകളെല്ലാം കൊട്ടിയടയ്ക്കുമ്പോൾ, നീ ആരാധിക്കാൻ അവരം തുറക്കുമ്പോഴാ ദൈവം നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ നിൽക്കുന്നത്. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുക. അതെ, സകല വഴികളും കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ ആമേൻ ആരാധിക്കുന്ന നിന്റെ മുമ്പിൽ സകല നന്മകളും അടയുമ്പോൾ, പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ സകല വഴികളും അടയുമ്പോൾ, ആമേൻ പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ കർത്താവ് നിൽക്കും. യെസ്, എല്ലാം വന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ വരുത്തുമില്ല, പ്രാർത്ഥനയും നടക്കത്തില്ല. പക്ഷെ ഇല്ല, ശത്രു സകലതും കൊട്ടിയടച്ചിട്ടോ ഇല്ല, ഞാൻ പ്രാർത്ഥിക്കും. യോബെ എല്ലാം കൊട്ടിയടച്ചില്ലേ, എന്തിനാ ഇനിയും ജീവിക്കുന്നത്? ഈ ദൈവത്തെ തെരിച്ചു കളഞ്ഞ് മരിച്ചു കളഞ്ഞാൽ പോലെ വേണ്ട. അല്ല അല്ല അല്ല, ഞാൻ അവനെ രുചിച്ചറിഞ്ഞവരാണ്, എനിക്കവനെ ധരിക്കാൻ കഴിയത്തില്ല. ഞാൻ അവനെ രുചിച്ചറിഞ്ഞവരാണ്, എനിക്കവനെ ധരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെടുക. നിന്റെ പ്രാർത്ഥന നിർത്തുന്ന പിശാച് നിന്നോട് പറയുമ്പോൾ അധികമായി പ്രാർത്ഥിച്ചോ, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തൊക്കെയോ ചലിക്കുന്നുണ്ട്. നിന്റെ ആരാധന നിർത്തുന്ന പിശാച് പറയുമ്പോൾ ശക്തിയോടെ നീ ആരാധിച്ചോ, ആരൊക്കെയോ ഇന്ന് പകൽ പുറത്തു വരാനുണ്ട്. നീ ഉപവാസം നിർത്തയെന്ന് പിശാച് പറയുമ്പോൾ ശക്തിയോടെ നീ ഉപവസിച്ചോ, നിന്റെ ഉപവാസത്തിനകത്ത് ചില ജനനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. സാധാരണമായി ദൈവ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാണ്. മൂർച്ചയുള്ളൊരു വാൾ പോലെ ഇന്ന് പകൽ ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളെ കയറട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശു അവിടെ നിന്നു കേട്ടോ. നിൽക്കുക മാത്രമല്ല, അവനെ ഇനി വിളിക്കാൻ പറഞ്ഞു. ഇന്ന് പകൽ ദൈവം നിന്നെ വിളിക്കുക, കർത്താവ് നിന്നെ വിളിക്കുക. ആരും വിളിച്ചില്ലെന്ന് പോലെ നിരാശപ്പെട്ട യേശു നിന്നെ വിളിക്കുന്നു. ആരും അവൻ മൈൻഡ് ചെയ്തില്ലെന്ന് പോലെ നിരാശപ്പെട്ട യേശു നിന്നെ വിളിക്കുക. എല്ലാവരും മിണ്ടാതിരിക്കാൻ പറയുമ്പോഴും അതിന്റെ നടുവിൽ ആമേൻ വിളിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും അടങ്ങിയിരിക്കുന്നു പറയുമ്പോൾ അതിന്റെ നടുവിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു അവൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, അവൻ നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് കേട്ടോ. അവിടെ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു യേശു അവിടെ നിന്നു. അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. നിലവിളിച്ചാൽ യേശു നിന്റെ നിലവിളിയുടെ മുമ്പിൽ നിൽക്കും. നിൽക്കുക മാത്രമല്ല, നിന്റെ പ്രശ്നങ്ങൾ ചോദിച്ചാലായി. ഞാൻ നിങ്ങളോട് പറയാം, മനുഷ്യൻ നിന്റെ പ്രശ്നങ്ങൾ ചോദിച്ചാരാഞ്ഞാൽ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ദൈവം നിന്റെ പ്രശ്നം ചോദിച്ചാരായുന്നെങ്കിൽ ആ സ്പോട്ടിൽ നിന്റെ വിടുതൽ സംഭവിക്കും. ഇവിടെ ഈ മനുഷ്യന്റെ പ്രശ്നം ആരാഞ്ഞിട്ട് വർഷങ്ങൾ ആണ്ടുകൾ എടുത്തിട്ടല്ല സംഭവിച്ചത്. സെക്കൻഡുകൾക്കകത്ത് കണ്ണിമയിക്കുന്നതിനകത്ത് അവന്റെ വിടുതൽ സംഭവിച്ചെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ആരോടൊക്കെയോ ഇടപെടുന്നു. പ്രതികൂലത്തിന്റെ നടുവിൽ നിലവിളിക്കുന്ന സഹോദര സഹോദരി, നിന്റെ നിലവിളി ദൈവം കേട്ടു. അവൻ അവിടെ നിന്നു. അവൻ നിന്നെ വിളിക്കുക. എന്തിനാ? നിന്റെ പ്രശ്നത്തിന് ഒരു മറുപടി തരാൻ. ഞാൻ പറയും, യേശു നിന്നത് അവന്റെ വിഷയം കേൾക്കാൻ വേണ്ടിയല്ല, യേശു നിന്നത് മറുപടി കൊടുക്കാനാ. യേശു നിന്നത് മറുപടി കൊടുക്കാനാ. യേശു ലാസറിന്റെ കല്ലറയ്ക്കൽ വന്നത് കരയാനല്ല, ഒരു മറുപടി കൊടുക്കാനാ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? യേശു മഞ്ചത്ത് നിന്നത് ആമേൻ സ്തോത്രം, ആമേൻ അനുശോചനം പറയാനല്ല, യേശു അവളെ ഉയർപ്പിക്കാനാ. യേശു നിന്നിടത്തെല്ലാം അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. യേശു നിന്നിടത്ത് രോഗി സൗഖ്യമായിട്ടുണ്ട്. യേശു നിന്നിടത്ത് മരിച്ചവർ ഉയർത്തിട്ടുണ്ട്. യേശു നിന്നിടത്ത് അസാധാരണമായ വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ യേശു നിന്നാൽ
നിശ്ചയമായിട്ടും അതിന്റെ മറുപടി വെളിപ്പെട്ടു വരും. യേശു നിന്നു. റമന ഹർധന റഗൽഖന അഡനദന ജന റഗൽഖന. യേശു നിന്നാൽ നിന്റെ പ്രശ്നം ചോദിച്ചറിയാനല്ല, യേശു നിൽക്കുന്നത് നിന്റെ വിശേഷം അറിയാനല്ല, യേശു നിൽക്കുന്നത് മറുപടി കൈമാറാനാ. മറുപടി കൈമാറാനാ. മറുപടി കൈമാറാനാ. ആമേൻ, 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 ആമേൻ. മറുപടി കൈമാറാനാ. ബെത്സൈദ കുളക്കടവിൽ യേശു നിന്നത് നിന്റെ വിശേഷം തിരക്കാനല്ല. ആമേൻ. കുളക്കടവിൽ കിടക്കുന്ന മനുഷ്യ, നിനക്ക് ഒരു മറുപടി എന്റെ കയ്യിലുണ്ട്, അത് കൈമാറാനാ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭവനങ്ങളുടെ മുമ്പിൽ യേശു നിൽക്കുകയാ. നിന്റെ വീട്ടിലെ ശൂന്യത ചോദിക്കാനല്ല, നിന്റെ വിശേഷം തിരക്കാനല്ല, അരിയുണ്ടോ എന്നറിയാനല്ല, സ്തോത്രം, കയ്യിൽ കാശുണ്ടോ എന്നറിയാനല്ല, മറിച്ച് ദൈവം നിനക്ക് തരുന്ന മറുപടിയുമായി നിന്റെ വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ. ഇന്നു പകൽ ഹൃദയം തുറക്കാമെങ്കിൽ ആ മറുപടി അവൻ കൈമാറും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ആമേൻ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി. ഇന്ന് പകൽ നിന്റെ വീടിന്റെ മുമ്പത്ത്, മുറ്റത്ത്, നിന്റെ വീടിന്റെ വാതിൽക്കൽ യേശു മറുപടിയായി നിൽക്കുകയാ. എത്ര പേർ വിശ്വസിക്കുന്നു? യെസ്, യെസ്, യെസ്. യേശു മറുപടിയായി നിൽക്കുകയാ. യേശു മറുപടിയായി നിൽക്കുകയാ. നീ പ്രാർത്ഥിച്ചതിന്റെ മറുപടിയായി, നീ കരഞ്ഞതിന്റെ മറുപടിയായി ഒരുവൻ നിന്റെ വീടിന്റെ വാതിൽക്കലുണ്ട്. ഇന്ന് പകൽ വാതിൽ തുറക്കുന്നവനാ വിടുതൽ പ്രാപിക്കും. വാതിൽ തുറക്കുന്നവനാ വിടുതൽ പ്രാപിക്കും. അവനെ കൈക്കൊള്ളുന്നവൻ ആ അത്ഭുതം പ്രാപിക്കും. നിന്റെ ഭവനത്തെ ദേശത്ത് പരസ്യകോലമാക്കാൻ ശത്രു പദ്ധതിയിട്ടെങ്കിൽ ആ ദേശത്ത് തന്നെ നിന്റെ ഭവനത്തെ പോലെ മാന്യമായ ഒരു ഭവനമില്ല എന്ന് ദൈവം തെളിയിക്കും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? പിശാചിന്റെ പ്രവൃത്തികളെ ദേശാന്തരങ്ങളിൽ നിന്നും അഴിച്ചു മാറ്റി ആത്മതലങ്ങളെ തുറക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. 49 വായിച്ചേ. കണ്ടോ? അടങ്ങിയിരിക്കുക, മിണ്ടാതെ ഇരിക്കുക എന്ന് പറഞ്ഞ് ശ്വാസിച്ചു പള്ളു പറഞ്ഞവരും ഇപ്പം ഗർജനമില്ല. സ്നേഹത്തോടെ പറയുക, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക. നിന്നെ വിളിക്കുന്നു. ഈ വിശുദ്ധ ദിവസം ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാ. യേശു നിന്നെ വിളിക്കുന്നു. സഹോദര, യേശു നിന്നെ വിളിക്കുന്നു. സഹോദരി, യേശു നിന്നെ വിളിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, യേശു നിന്നെ വിളിക്കുന്നു. അവന്റെ കയ്യിൽ നിന്റെ മറുപടിയുണ്ട്. യേശു നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. നീ കരഞ്ഞതിന്റെ മറുപടിയുമായി അവൻ നിന്റെ വാതിൽക്കലുണ്ട്. നീ ഉപവസിച്ചതിന്റെ മറുപടിയുമായി അവൻ നിന്റെ വാതിൽക്കലുണ്ട്. നീ ആരാധിച്ചതിന്റെ മറുപടിയുമായി അവൻ നിന്റെ വാതിൽക്കലുണ്ട്. യേശു നിന്നെ വിളിക്കുന്നു. അതെ, യേശു നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. ആ ഭാഗം വിശദീകരിക്കാൻ സമയമില്ല, വേഗത്തിൽ പോട്ടെ. ശിഷ്യന്മാർ പറയുന്ന ഒരു പദം, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക. ആദ്യം അവർ പറഞ്ഞ പദം എന്താണ്? മിണ്ടാതെ ഇരിപ്പാൻ ശാസിച്ചു. ഗർജനത്തോടെ മിണ്ടാതിരിക്കാൻ ശാസിച്ചതിന്റെ കാരണം, യേശു ഇവിടെ നിൽക്കത്തൊന്നുമില്ല. യേശു അടുത്ത പട്ടണങ്ങളിലേക്ക് പോകുകയാണ്. നിന്നെ സൗഖ്യമാക്കാൻ യേശുവിന് സമയമില്ല. നീ അവിടെ കാണാൻ അടങ്ങിയിരിക്കുക. കേട്ടോ? നിനക്കൊരു മറുപടി ഇല്ലെന്ന് പറഞ്ഞ്, നിന്നെ കാണാൻ യേശു വരുത്തില്ലെന്ന് പറഞ്ഞ്, നിന്റെ പ്രശ്നങ്ങൾ യേശു ഇടപെടത്തില്ലെന്ന് പറഞ്ഞ് ശിഷ്യന്മാർ അവനെ തടയുകയാണ്. എന്നാൽ ചില മിനിറ്റുകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ മിണ്ടാതെ ഇരിപ്പാൻ ശാസിച്ച ശിഷ്യന്മാർ തന്നെ പറയുക, എഴുന്നേൽക്ക്, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക. ഈ വാക്കിനകത്തൊരു ദൂതുണ്ട്. ദേഷ്യപ്പെട്ട് എന്നെ വിളിക്കുന്നു പോടാ എന്നല്ല പറഞ്ഞേ. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക. അതിന്റെ അർത്ഥം
യേശു നിന്നെ വിളിക്കുന്നു എന്ന് മാത്രമല്ല, എന്തോ ഒരു വിടുതൽ നിന്റെ മേൽ സംഭവിക്കാൻ പോകുന്നു. ആ പദത്തിനകത്തുള്ള ദൂതാണ്, എന്തോ നിന്റെ മേൽ സംഭവിക്കാൻ പോകുന്നു, എന്തോ നിന്റെ മേൽ യേശു കൈമാറാൻ പോകുന്നു. എഴുന്നേൽക്ക്, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിരുന്ന, നിന്റെ വിഷയത്തിന് മറുപടിയായിരുന്ന, നിന്റെ നിലവിളിക്ക് അവസാനമെത്തിയതെന്ന. യേശു വരുമ്പോൾ അകത്ത് കയറി വാതിലടയ്ക്കുന്നവനെല്ലാം വാതിലടച്ചിരിക്കട്ടെ. എന്നാൽ യേശു വരുമ്പോൾ ആത്മനിയോഗത്തോടുകൂടി ആത്മനിറമുള്ളവർ, നിലവിളിക്കുന്നവർ അവരെ കാണും. അവിടെ ഒരുപാട് പേരുണ്ടായിരിക്കാം. ആ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ, ആ പട്ടണത്തിലൂടെ നടന്നടുത്ത പട്ടണങ്ങളിലേക്ക് പോകുമ്പോൾ വഴിയരികെ നിൽക്കുന്ന കാഴ്ചക്കാരായി ഒരുപാട് പേരുണ്ടായിരിക്കാം. അവർക്ക് യേശുവിനെ വേണ്ട. ആരും കാണാതിരിക്കുന്ന തിബായുടെ മകനായ ബർത്തിമായി, നിനക്കാണ് യേശുവിനെ വേണ്ടത്. യെസ്, ഇന്ന് പകൽ ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്, അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവരൊന്നും യേശുവിനെ വേണ്ട, പക്ഷെ നിനക്കാണ് യേശുവിനെ വേണ്ടത്. ആ യേശു നിന്റെ വാതിക്കൽ നിൽക്കുകയാണ്. നീ പ്രാർത്ഥിച്ചതിന്റെ മറുപടിയുമായി അവൻ നിന്റെ വാതിക്കലുണ്ട്. യേശു നിന്റെ അടുത്ത് നിൽക്കുക സഹോദര, യേശു നിന്റെ വാതിക്കൽ നിൽക്കുക സഹോദര. നിന്റെ മറുപടിയുമായി യേശു നിന്റെ അടുത്തുണ്ട്. ഇവിടെ ശാസിച്ചവർ അവരോടൊരു പ്രത്യാശയോട് ദൂത് പറയുക, നിന്റെ നിലവിളി കർത്താവ് കേട്ടു, നിനക്കൊരു മറുപടിയുണ്ട്. വായിച്ചു. കണ്ടോ, എഴുന്നേൽക്ക്, ധൈര്യപ്പെട്ടിരിക്കുക, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവൻ തന്റെ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റു. കണ്ടോ, സ്തോത്രം. പതുക്കെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടല്ല എഴുന്നേറ്റ്, പുതപ്പെടുത്ത് എറിഞ്ഞു കളഞ്ഞ് ചാടി എഴുന്നേറ്റു. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇത് എന്റെ വിടുതലിന്റെ സമയമാണ്. ഹല്ലേലൂയ. ആരോടൊക്കെയോ ആ പദം തന്നെ പരിശുദ്ധാത്മാവ് പറയുക, ദിസ് ഈസ് ദ ടൈം ഓഫ് യുവർ മിറാക്കിൾ. നിന്റെ വിടുതലിന്റെ സമയമാണിത്. ഇത് നീ മിസ് ചെയ്യരുത്. നിന്റെ വിടുതലിന്റെ സമയമാണിത്. അതെ, ഈ ദൂതിന്റെ പകൽക്കാരോട് പ്രസ്താവിക്കപ്പെടുമ്പോൾ, നിങ്ങൾ ഇത് കേൾക്കപ്പെടുമ്പോൾ, നിങ്ങളോട് ദൈവാത്മാവ് പറയുക, യെസ്, ഇത് നിന്റെ വിടുതലിന്റെ സമയമാണ്. നിങ്ങൾ ആ വചനത്തെ സ്വീകരിച്ചാണ്, നിങ്ങൾ ആ വചനത്തെ റിസീവ് ചെയ്താണ്. ഇത് നിന്റെ വിടുതലിന്റെ സമയമാണ്. പതുക്കെ എഴുന്നേറ്റില്ല, എഴുന്നേൽക്ക്, യേശു നിന്നെ വിളിക്കുന്നുവെന്ന് കേട്ടപ്പോൾ ചാടി എഴുന്നേറ്റു. യെസ്, കുരുടന്റെ അകത്തൊരു വിശ്വാസമുണ്ട്, അവനെ വിളിച്ചാൽ എനിക്കൊരു മറുപടിയുണ്ട്. അവൻ എന്റെ നിലവിളി കേട്ട് നിന്നാൽ എനിക്കൊരു വിടുതലുണ്ട്. അതെ, നിന്റെ നിലവിളി കേട്ട് അവൻ നിന്നു. നിനക്കൊരു വിടുതലിന് വേണ്ടി, നിനക്കൊരു മറുപടി തരാൻ വേണ്ടി അവൻ നിന്റെ സമീപത്തുണ്ട്. അവൻ തന്റെ പുതപ്പ് വിട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റു. 56, 50. ചാടി യേശുവിന്റെ അടുത്തോട്ടാ പോകുന്നത്. കേട്ടോ, കർത്താവ് ഈ ചാടി എഴുന്നേറ്റ് ഇവൻ അവന്റെ യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോ യേശു ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? വായിച്ചു. കുരുടൻ പറയുക, എനിക്ക് വലുതായിട്ടൊന്നും വേണ്ട, എന്റെ ഈ കണ്ണൊന്ന് തുറക്കണം, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, മറ്റൊന്നും എനിക്ക് വേണ്ട. നാളുകൾ കൊണ്ട് അന്ധതയെ മൂടിയിരിക്കുകയാണ്. നാളുകൾ കൊണ്ട് വിടുതൽ കാണാതെ വേണം ശത്രുവായവൻ എന്റെ ഹൃദയക്കണ്ണിനെ കുരുടാക്കിയിരിക്കുകയാണ്. നാളുകൾ കൊണ്ട് ഞാൻ ഈ അന്ധതയില്ല, ഞാൻ ഈ ഇരുട്ടില്ല. ഇന്നു പകൽ എനിക്കൊരു വിടുതൽ വേണം. എന്റെ മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്ന മറുപടികളെ കാണാൻ, എന്റെ ഹൃദയ കണ്ണുകളെ ഒന്ന് തുറപ്പാൻ
എനിക്കൊരു വിടുതൽ വേണം. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു എനിക്കൊരു വിടുതൽ വേണം? അതെ, എന്റെ ഹൃദയ കണ്ണുകളിൽ നിന്ന് തുറപ്പാൻ എനിക്കൊരു വിടുതൽ ഉണ്ടാകാം. 52ാമത്തെ വാക്യം വായിച്ച്. 52. യേശുവിനോട് പോകാം, നിന്റെ വിശ്വാസത്തിൽ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗ്രഹിച്ചു. യേശു ചോദിച്ചു, നിനക്ക് എന്ത് വേണം? മനുഷ്യൻ പറഞ്ഞു, എന്റെ ഈ അന്ധതയൊന്ന് മാറണം. അടുത്ത പദം സൗഖ്യമാകട്ടെ എന്നല്ല, അടുത്ത പദം വിടുതൽ പ്രാപിക്കട്ടെ എന്നല്ല, അടുത്ത പദം അവിടെ ഇരുത്തി തലയിൽ കൈവച്ച് 1/4 മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നല്ല. ഒറ്റ പദം, പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ ക്ഷണത്തിൽ അവൻ സൗഖ്യമായി. അതെ, ഈ പട്ടണം വിടുന്നതിന് മുമ്പ്, ഈ ആലയം വിടുന്നതിന് മുമ്പ് ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വിടുതലുകളുമായിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് പകൽ ആ വിടുതൽ ആരാ പ്രാപിച്ചോണ്ട് പോകുന്നത്? ഇന്ന് പകൽ ആ വിടുതൽ ആരാ പ്രാപിച്ചോണ്ട് പോകുന്നത്? ഈ ആരാധന കഴിയുന്നതിന് മുമ്പ് ഇറങ്ങി നിൽക്കുന്ന ദൈവാത്മാവിൽ നിന്നും ആ വിടുതൽ നീ റിസീവ് ചെയ്തതാണ്. ഇറങ്ങി നിൽക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നും ആ മറുപടി നീ പ്രാപിച്ചാൽ ദൈവാത്മാവ് ആഗ്രഹിക്കുക അതിനായി, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക അതിനായി. അന്ധതകൾ മാറണം. അന്ധതകൾ, പ്രാർത്ഥനയുടെ മറുപടികളെ കാണാതെ നിന്റെ കണ്ണിനെ കുരുടാക്കിയ അന്ധത മാറണം. വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ നിന്നെ കുരുടാക്കിയ അന്ധത മാറണം. നന്മകൾ പ്രാപിക്കാൻ കഴിയാതെ ചോർത്തിക്കളയുന്ന ഇരുളിന്റെ വ്യാപാരത്തെ ശാസിപ്പാൻ നിന്റെ ഹൃദയ കണ്ണിന്റെ അന്ധത മാറണം. ഇന്ന് പകലിൽ ഹൃദയക്കണ്ണിന്റെ അന്ധത മാറിയാൽ നിന്റെ മേല വിടുതൽ പരിണമിക്കപ്പെടും, നിന്റെ മേല സൗഖ്യം പരിണമിക്കപ്പെടും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന്, ദൈവം എന്നെ സൗഖ്യമാക്കുമെന്ന്, യേശു എന്നെ തൊടുമെന്ന്? അതേ സഹോദര, നിന്റെ നിലവിളി കേട്ട് യേശു നിന്റെ വാതിക്കലുണ്ട്. അവന്റെ കയ്യിൽ നീ പ്രാപിക്കേണ്ട മറുപടികളുമുണ്ട്. ഇന്ന് പകൽ അത് സ്വീകരിക്കാൻ നീ തയ്യാറാണോ? എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയട്ടെ.